ദേശീയത, ജനാധിപത്യം, മതേതരത്വം എന്നിവ സമൂഹത്തെ ബാധിച്ച രോഗമാണെന്ന് ആധുനിക അന്ധവിശ്വാസങ്ങളാണെന്നും ജമാഅത്തെ ഇസ്ലാമി. സെക്യുലറിസം, ദേശീയത, ജനാധിപത്യം എന്നിവ അംഗീകരിക്കുന്നില്ലെന്നും ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലി. പ്രകാശം പരത്തുന്ന പ്രസ്ഥാനം എന്ന പുസ്തകത്തിലാണ് രാജ്യവിരുദ്ധ പ്രസ്താവനകൾ ഉള്ളത്. ജമാഅത്തെ ഇസ്ലാമിയെ പരിചയപ്പെടുത്താൻ ജമാഅത്തെ ഇസ്ലാമി തന്നെ പുറത്തിറക്കിയ പുസ്തകമാണ് പ്രകാശം പരത്തുന്ന പ്രസ്ഥാനം എന്ന പുസ്തകം. ജമാഅത്തെ ഇസ്ലാമിയുടെ യഥാർത്ഥ മുഖവും ലക്ഷ്യവും വെളിപ്പെടുത്തുന്നതാണ് പുസ്തകം. മതേതരത്വം, ജനാധിപത്യം, ദേശീയത ഇവ മൂന്നും സമൂഹത്തെ ബാധിച്ച രോഗമാണെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്. ദേശീയത രാഷ്ട്രവുമായി ബന്ധപ്പെട്ടായാലും സമുദായവുമായി ബന്ധപ്പെട്ടായാലും ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നില്ല. മതേതരത്വം, ജനാധിപത്യം, ദേശീയത ഇവയെ ആധുനിക അന്ധവിശ്വാസങ്ങൾ എന്ന് വിളിക്കാൻ ജമാഅത്ത് ധൈര്യം കാണിച്ചു എന്നത് അഭിമാനകരമായ നേട്ടമായി പുസ്തകത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ജനാധിപത്യത്തിന്റെ തത്വത്തോട് ജമാഅത്തിന് യോജിപ്പില്ല. നിയമം നിർമ്മിക്കാനുള്ള അധികാരം മനുഷ്യനില്ല, ഉണ്ടാകാൻ പാടില്ലെന്നതാണ് ജമാഅത്തിന്റെ നിലപാട്. ആ അധികാരം ദൈവത്തിൽ നിക്ഷിപ്തമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനപരമായ ആശയങ്ങൾ തുറന്നെഴുതിയിട്ടുണ്ട് പുസ്തകത്തിൽ. ആ ആശയം മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ദേശീയതയും അംഗീകരിക്കുന്നില്ലെന്ന് വ്യക്തമായി ജമാഅത്തെ ഇസ്ലാമി തന്നെ പറയുന്നുണ്ട്. കേരള ജമാഅത്ത് ഇസ്ലാമി വിദ്യാഭ്യാസ വകുപ്പ് ചെയർമാൻ, സോളിഡാരിറ്റി വെൽഫെയർ പാർട്ടി എന്നിവയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ച ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലിയാണ് പുസ്തകം തയ്യാറാക്കിയത്. ഇസ്ലാമിക് പബ്ലിക്കേഷനിൽ ഈ പുസ്തകം സുലഭമായി ലഭിക്കുന്നുമുണ്ട്. മതരാഷ്ട്രവാദികളാണെന്നും ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ലെന്നും ജമാഅത്തെ ഇസ്ലാമി തന്നെ വെളിപ്പെടുത്തുമ്പോഴാണ് ഇടതുവലതുപക്ഷം വോട്ടിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെ ഒപ്പം ചേർക്കുന്നത്. വർഷത്തിൽ 60-ലധികം പുസ്തകം വായിക്കാറുണ്ടെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രകാശം പരത്തുന്ന പ്രസ്ഥാനം എന്ന പുസ്തകം ഒരിക്കലെങ്കിലും വായിക്കണമെന്നാണ് ജനാധിപത്യ വിശ്വാസികളുടെ അഭിപ്രായം. ജനം, കോഴിക്കോട്.